Hello everybody, JEE Main 2022 സെഷൻ 1ന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. സോ എല്ലാവർക്കും നിലവിൽ അവരുടെ പെർസെന്റൈൽ അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. Now the question is how to make sense out of this JEE Main Session 1 score or the percentile. കഴിഞ്ഞ 2 വർഷങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓൺ ആൻ ആവറേജ് 90 പെർസെന്റൈൽ സ്കോർ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ JEE Main ക്വാളിഫൈഡ് ആവും. 97 പെർസെന്റൈലിന് മേലെ മാർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ NIT-കളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 99 പെർസെന്റൈലിന് മേലെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന NIT-കളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് അത് സഹായകമാകും. ഇത് അപ്രോക്സിമേറ്റ് ഇവാലുവേഷൻ ആണ്. കഴിഞ്ഞ 2 വർഷത്തെ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 2020-ലെ JEE Main കട്ട് ഓഫ് നോക്കിയാൽ അത് 90 പെർസെന്റൈലും അതേപോലെ 2021-ലെ കട്ട് ഓഫ് നോക്കിയാൽ അത് 87.89 പെർസെന്റൈലുമായി കാണാം. സോ സ്ലൈറ്റ് വേരിയേഷൻസ് ഈസ് പോസിബിൾ. സെഷൻ 2 കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആക്ച്വൽ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഒരവസരം കൂടിയുണ്ട്. സെക്കൻഡ് ഫേസിന് വേണ്ടി നമ്മൾ എല്ലാവരും റെഡി ആവാണ്. So having a general analysis on your score will be very good. അതിൽ ഏറ്റവും കൂടുതൽ ഡിസൈഡിംഗ് ഫാക്ടർ കെമിസ്ട്രി ആണെന്നുള്ളത് ഒന്നുകൂടി ഓർക്കുക. ഇനി വരുന്ന സെഷൻ 2 എഴുതിയാലും നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറിൽ ഏറ്റവും ബെസ്റ്റ് സ്കോർ മാത്രമേ കിട്ടുകയുള്ളൂ. സോ ഇപ്പൊ കിട്ടിയിരിക്കുന്നതിനേക്കാളും ഒരിക്കലും മാർക്ക് നമുക്ക് അല്ലെങ്കിൽ പെർസെന്റൈൽ കുറയില്ല എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. മാത്രമല്ല ഇതേ സ്കോർ ആണ് നിങ്ങൾ അടുത്ത സെഷനിൽ ചെയ്യുന്നതെങ്കിൽ സെയിം സ്കോറിൽ പോലും നിങ്ങളുടെ പെർസെന്റൈൽ കുറയാനാണ് സാധ്യതയുള്ളത്. ബിക്കോസ് ദി കോമ്പറ്റീഷൻ വിൽ ബി ഈവൻ ടൈറ്റർ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യാൻ അടുത്ത തവണത്തെ എക്സാമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെർസെന്റൈലുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. See you there. Thank you.